ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 5ാം യൂണിറ്റിലെ ആദ്യ പാഠമായ മേരി മമതാമയി മാ എന്ന ഒരു സംസ്മരണമാണ്. ഓർമ്മക്കുറിപ്പിനാണ് ഹിന്ദിയിൽ സംസ്മരൺ എന്ന് പറയുന്നത്. 5ാമത്തെ യൂണിറ്റില് നമുക്ക് 3 ചാപ്റ്ററുകളാണ് പഠിക്കാനായി നൽകിയിരിക്കുന്നത്. അതിൽ 1ാമത്തെ പാഠമാണ് മേരി മമതാമയി മാ. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതൊരു സംസ്മരണമാണ്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. 2ാമതായി നൽകിയിരിക്കുന്നത് രാഗൗരിയാണ്. എഴുതിയിരിക്കുന്നത് സൂർദാസ് ആണ്. അതൊരു പദാണ്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓ മേരെ പിതാ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് ഏകാന്ത് ശ്രീവാസ്തവാണ്. ഈ 3 ചാപ്റ്ററുകളാണ് നമുക്ക് യൂണിറ്റ് 5 നൽകിയിരിക്കുന്നത്. മേരി മമതാമയി മാ എന്ന ചാപ്റ്റർ ഒരു സംസ്മരണാണ് അഥവാ ഓർമ്മക്കുറിപ്പ്. എന്താണ് ഓർമ്മക്കുറിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഘടനയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് എഴുതുന്ന കാര്യങ്ങളെയാണ് ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. ഈ ഓർമ്മക്കുറിപ്പിന് വിശേഷത എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പ് കാൽപ്പനികമായിരിക്കില്ല. ഓർമ്മക്കുറിപ്പ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമായ കാര്യമായിരിക്കും. അഥവാ ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സംസ്മരൺ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ ഘടന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പരിചയപ്പെടാം. അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പൂർണ്ണനാമം. ഡോക്ടർ APJ അബ്ദുൽ കലാം കാ ജന്മ രാമേശ്വരം മേ ഹുവ. അദ്ദേഹത്തിന്റെ ജനനം രാമേശ്വരത്തായിരുന്നു. ഭാരത് കെ പൂർവ്വ രാഷ്ട്രപതി, നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി, പ്രസിദ്ധ വൈജ്ഞാനിക്, പ്രസിദ്ധനായ സയന്റിസ്റ്റ് ഓർ പ്രഭാവി വക്ത, വളരെ നല്ല എല്ലാവരെയും സ്വാധീനിക്കുന്ന പ്രഭാഷകൻ, കെ രൂപ് മേ വേ വിഖ്യാത് ഹെ എന്ന പേരിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ഉൻകാ രാഷ്ട്രപതി കാര്യകാൽ 25 जुलाई 2002 से 25 जुलाई 2007 तक रहा. അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി കാലാവധി ജൂലൈ 25, 2002 മുതൽ ജൂലൈ 25, 2007 വരെയായിരുന്നു. ഉനെ മിസൈൽ മാൻ നാം സെ ഭി ജാനാ ജാതാ ഹെ. അദ്ദേഹത്തെ മിസൈൽ മാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദ ന്യൂ മിലേനിയം, ഭാരത് കി ആവാസ്, ടേണിംഗ് പോയിന്റ്സ്, ഹം ഹോംഗെ കാമയാബ് ആദി ഉൻകി രചനായെ. ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ രചനകളാണ്. പുരസ്കാർ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന. നമ്മുടെ ഭാരത് സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരത് രത്നവും നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പാഠത്തിന് ശീർഷക് മേരി മമതാമയി മാ. മേരി മമതാമയി മാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ വാത്സല്യനിധിയായ അമ്മ എന്നാണ്. മമതാമയി എന്നാൽ വാത്സല്യനിധിയായ, മാ അമ്മ. മേരി മമതാമയി മാ, എന്റെ വാത്സല്യനിധിയായ അമ്മ. ആദ്യത്തെ പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. द्वितीय विश्व युद्ध के दौरान हमारा परिवार कठिनाइयों के बीच से गुजर रहा था. ദ്വിതീയ വിശ്വയുദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് 2ാം ലോക മഹായുദ്ധം എന്നാണ്. കെ ദൗരാൻ അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ, ഹമാര പരിവാർ ഞങ്ങളുടെ കുടുംബം, കഠിനായിയോं के बीच से गुजर रहा था. കഠിനായിയോं के बीच से എന്ന് ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധികളുടെ ഇടയിലൂടെ, ഗുസർ രഹാ ഥാ കടന്നു പോകുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് 2ാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബം പ്രതിസന്ധികളുടെ ഇടയിലൂടെ കടന്നു പോവുകയായിരുന്നു. मैं उस समय 10 साल का था और युद्ध रामेश्वरम में हमारे दरवाजे तक प्रायः पहुंच चुका था. मैं उस समय ഞാൻ ആ സമയം 10 साल का था. 10 साल എന്ന് പറഞ്ഞാൽ 10 വയസ്സ്. 10 साल का था 10 വയസ്സായിരുന്നു. और युद्ध रामेश्वरम में हमारे दरवाजे तक प्रायः पहुंच चुका था. ഇത് മാത്രമല്ല, യുദ്ധ രാമേശ്വരം മേ യുദ്ധം രാമേശ്വരത്തിൽ, ഹമാരെ ദർവാസെ തക് ഞങ്ങളുടെ പടിവാതിൽക്കൽ വരെ, പൗഞ്ചുക്കാത എത്തിയിരുന്നു. പൗഞ്ചുക്കാത എന്ന് പറഞ്ഞാൽ എത്തിയിരുന്നു.
സബി വസ്തുओं की किल्लत हो गई थी. എല്ലാ വസ്തുക്കളുടെയും കില്ലത്ത് ഹോ ഗയി തി. കില്ലത്ത് എന്ന് പറഞ്ഞാൽ കുറവ് അല്ലെങ്കിൽ ദൗർലഭ്യം. എല്ലാ വസ്തുക്കളുടെയും ദൗർലഭ്യം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പാരഗ്രാഫില് ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ കുടുംബത്തെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. हमारा परिवार एक विशाल संयुक्त परिवार था जिसमें मेरे पिता एवं चाचाओं के परिवारजन एक साथ रहते थे. हमारा परिवार എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ കുടുംബം എന്നാണ്. हमारा परिवार एक विशाल संयुक्त परिवार था. ഞങ്ങളുടെ കുടുംബം ഒരു വിശാലമായ കൂട്ടുകുടുംബമായിരുന്നു. സംയുക്ത പരിവാർ കൂട്ടുകുടുംബം. जिसमें मेरे पिता एवं चाचाओं के परिवारजन एक साथ रहते थे. जिसमें അതിൽ മേരെ പിതാ ഏവം ചാച്ചാവും കെ പരിവാർജൻ എന്റെ അച്ഛന്റെയും ചാച്ചാവും കെ ചാച്ച എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛന്റെ അനുജനാണ്. ചാച്ചാവും കെ പരിവാർജൻ അച്ഛന്റെ അനുജന്റെ കുടുംബാംഗങ്ങളും ഏക് സാത്ത് രഹത്തെ ഥേ. ഏക് സാത്ത് രഹത്തെ ഥേ എന്നതിന്റെ അർത്ഥം ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത് എന്നതാണ്. ഇസ് വിശാൽ കുനുബെ കോ മേരി ദാദി ഓർ മാ മിൽക്കർ സംഭാൽത്തി ഥി. ഈ വിശാലമായ കുനുബേക്കോ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ, മേരി ദാദി എന്റെ അച്ഛമ്മയും, ഓർ മാ എന്ന് പറഞ്ഞാൽ അമ്മ, മിൽക്കർ സംഭാൽത്തി ഥി എന്റെ അച്ഛമ്മയും എന്റെ അമ്മയും കൂടെയാണ് അത് നോക്കി പോയിരുന്നത്. घर में कभी कभी 3 पालनों पर बच्चे झूलते रहते थे. घर में कभी कभी പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, 3 പാലനോ പർ 3 തൊട്ടിലിൽ, 3 പറഞ്ഞാൽ 3 തൊട്ടിലിൽ, പാലനോ തൊട്ടിൽ, ബച്ചേ ഝൂൽത്തേ രഹത്തെ ഥേ കുട്ടികൾ ആടുമായിരുന്നു. അതിന്റെ അർത്ഥം കൂട്ടുകുടുംബമായതുകൊണ്ട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഖുഷി ഓർ ഗം കാ ആനാ ജാനാ ലഗാ രഹതാ ഥാ. ഖുഷി ഓർ ഗം കാ, ഖുഷി സന്തോഷാണ്, ഗം സങ്കടം. അപ്പൊ നമുക്കറിയാം ഏതൊരു കുടുംബമായാലും അതിൽ സന്തോഷവും സങ്കടവും വന്നും പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്, ഖുഷി ഓർ ഗം കാ ആനാ ജാനാ ലഗാ രഹതാ ഥാ. സന്തോഷവും സങ്കടവും വന്നും പോയിക്കൊണ്ടേയിരുന്നു. ആനാ ജാനാ ലഗാ രഹതാ ഥാ വന്നു പോയിക്കൊണ്ടേ ഇരുന്നു എന്നാണ് അർത്ഥം. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ പഠനത്തെക്കുറിച്ചും അതുപോലെ തന്നെ തന്റെ അധ്യാപകനെ കുറിച്ചാണ് വിശദമാക്കുന്നത്. मैं अपने शिक्षक श्री स्वामियार के पास गणित पढ़ने जाने के लिए प्रायः 4 बजे जग जाता था. मैं अपने शिक्षक, ഞാൻ എന്റെ ശിക്ഷക് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, ശ്രീ സ്വാമിയാർ കെ പാസ്, അപ്പൊ അദ്ദേഹത്തിന്റെ അധ്യാപകന്റെ പേരാണ് ശ്രീ സ്വാമിയാർ കെ പാസ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഗണിത പഠനെ ജാനെ കെ ലിയെ പ്രായഃ 4 ബജെ ജഗ് ജാതാ ഥാ. ഗണിതം പഠിക്കുവാൻ വേണ്ടി പ്രായഃ 4 ബജെ ജഗ് ജാതാ ഥാ, ഞാൻ 4 മണിക്ക് ഉണരുമായിരുന്നു. സ്വാമിയാറിന്റെ അടുത്ത് ഗണിത പഠിക്കാൻ പോവാൻ വേണ്ടി അദ്ദേഹം 4 മണിക്ക് ഉണരുമായിരുന്നു. വേ ഏക് അദ്വിതീയ ഗണിത് ശിക്ഷക് ഥേ. അദ്ദേഹം ഒരു അദ്വിതീയനായ ഗണിത് ശിക്ഷക് ഥേ, ഗണിത അധ്യാപകനായിരുന്നു. വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തേ ഥേ. നിശുൽക്ക് അർത്ഥമാക്കുന്നത് ഫീസ് ഇല്ലാതെ എന്നാണ്. വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തേ ഥേ, അദ്ദേഹം ഫീസ് ഇല്ലാതെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. ഓർ ഏക് സാൽ മേ 5 ഹി ബച്ചോं को പഠാത്തേ ഥേ. അത് മാത്രമല്ല, ഏക് സാൽ മേ ഒരു വർഷത്തിൽ 5 ഹി ബച്ചോं को പഠാത്തേ ഥേ, ഒരു വർഷത്തിൽ 5 കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ സ്വാമിയാർ. अपने सभी छात्रों पर उन्होंने एक कठोर शर्त लगा रखी थी. തന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും, ഛാത്രോം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, अपने सभी छात्रों पर എല്ലാ വിദ്യാർത്ഥികളുടെ മുകളിലും उन्होंने एक कठोर शर्त लगा रखी थी. उन्होंने അദ്ദേഹം एक कठोर शर्त ഉദ്ദേശിക്കുന്നത് കർശനമായ നിബന്ധന, ഷർത്ത് നിബന്ധന, ലഗാ രഖി थी വെച്ചിരുന്നു, അദ്ദേഹം കർശനമായ നിബന്ധന വെച്ചിരുന്നു. शर्त यह कि सभी छात्र स्नान करके 5 बजे उनकी कक्षा में उपस्थित हो जाए.
ഷർത്ത് യഹ്കി എന്ന് പറഞ്ഞാൽ നിബന്ധന ഇതായിരുന്നു, സബി ഛാത്ര എല്ലാ വിദ്യാർത്ഥികളും സ്നാൻ കർക്കെ, സ്നാൻ കർണ എന്ന് ഉദ്ദേശിക്കുന്നത് കുളിക്കുക, സ്നാൻ കർക്കെ 5 ബജെ 5 മണിക്ക് ഉൻകി കക്ഷാമേ ഉപസ്ഥിത് ഹോ ജായേ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഹാജരാവണം. അപ്പൊ അദ്ദേഹത്തിന് കർശനമായ നിബന്ധന എന്ന് പറയുന്നത് കുളിച്ച് 5 മണിയാവുമ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ ഹാജരാകണം എന്നതാണ്. മേരി മാ മുഡ്സെ പെഹലെ ജഗ് ജാത്തി ഥി, എന്റെ അമ്മ എന്നെക്കാളും മുമ്പേ ഉണരുമായിരുന്നു. വേ മുझे നഹ്ലാത്തി और ട്യൂഷൻ കെ ലിയെ തയ്യാർ കർത്തി, അവരെന്നെ കുളിപ്പിക്കും, നഹ്ലാത്തി എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക, ഓർ ട്യൂഷൻ കെ ലിയെ തയ്യാർ കർത്തി, അത് മാത്രമല്ല എന്നെ ട്യൂഷന് വേണ്ടി ഒരുക്കുകയും ചെയ്യുമായിരുന്നു. തയ്യാർ കർണ ഒരുക്കുക. मैं 5:30 ബജെ ഘർ വാപ്പസ് ലൗട്ട്ത, ഞാൻ 5:30 മണിയാകുമ്പോൾ വീട്ടിൽ തിരികെ എത്തുമായിരുന്നു. 5:30 എന്ന് ഉദ്ദേശിക്കുന്നത് 5:30 മണിക്കാണ്. ഘർ വാപ്പസ് ലൗട്ട്ത, വീട്ടിൽ തിരികെ എത്തുമായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം 5:30 ബജെ അഥവാ 5:30 മണിക്കാണ് തന്റെ വീട്ടില് തിരിച്ചെത്താൻ നമ്മൾ മനസ്സിലാക്കി ട്യൂഷൻ കഴിഞ്ഞിട്ട്. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കിനി നോക്കാം. ഉസ് സമയ നമാസ് അദാ കർനെ तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते. उस समय अथवा ആ സമയം നമാസ് അദാ കർനെ നിസ്കരിക്കുവാൻ വേണ്ടി, തഥാ അറബി സ്കൂൾ മേ ഖുറാൻ ഷരീഫ് സീഖ്നെ കെ ലിയെ, അറബി സ്കൂളിൽ അഥവാ മദ്രസയിൽ ഖുറാൻ ഷരീഫ് സീഖ്നെ കെ ലിയെ ഖുറാൻ പഠിക്കുവാൻ വേണ്ടി മുझे ले जाने को എന്നെ കൊണ്ടുപോകുവാൻ പിതാ മേരി പ്രതീക്ഷ കരേ ഹോത്തെ എന്നെ പ്രതീക്ഷ കൊണ്ട് എന്റെ അച്ഛൻ അവിടെ ഇരിക്കുമായിരുന്നു. उसके बाद मैं अपने घर से 3 किलोमीटर की दूरी पर स्थित रामेश्वरम रोड रेलवे स्टेशन पैदल जाता. उसके बाद എന്നതിന്റെ അർത്ഥം അതിനുശേഷം, मैं अपने घर से ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ की दूरी पर 3 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥിത് സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷൻ പൈദൽ ജാത്ത, രാമേശ്വരം റോഡിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പൈദൽ ജാത്ത. പൈദൽ ജാന എന്നതിന്റെ അർത്ഥം നടന്നു പോവുക എന്നതാണ്. അപ്പോൾ APJ അബ്ദുൽ കലാം ഖുറാൻ ഷരീഫ് പഠിച്ചതിനു ശേഷം തന്റെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയുള്ള രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകാറുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വഹാ സെ ഹോക്കർ ഗുസർനെ വാലി धनुषकोडी मेल से समाचार पत्रों का बंडल लेता और तेजी से शहर लौटता. वहां से होकर गुजरने वाली, അവിടെ നിന്നും കടന്നു പോകുന്ന, ഗുസർനെ വാലി എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന, ധനുഷ്കോടി മേൽ സെ ധനുഷ്കോടി മേൽ നിന്ന്, സമാചാർ പത്രോं का बंडल लेता, സമാചാർ പത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പേഴ്സിന്റെ ബണ്ടൽ ലേത്ത ബണ്ടിൽ അദ്ദേഹം എടുക്കും. ഓർ തേസി സെ ഷഹർ ലൗട്ട്ത, തേസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, തേസി സെ ഷഹർ ലൗട്ട്ത പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. शहर में सबसे पहले मैं ही लोगों तक समाचार पत्र पहुंचाता था. शहर में സിറ്റിയിൽ सबसे पहले ആദ്യം, मैं ही लोगों तक ഞാനായിരുന്നു, സമാചാർ പത്ര പਹੁंचाता था സിറ്റിയില് ആദ്യമായി എല്ലാവരുടെയും വീട്ടില് ന്യൂസ് പേപ്പർ എത്തിക്കുന്ന ആള് ഞാനായിരുന്നു എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം വ്യക്തമാക്കുന്നത്. यह जिम्मेदारी निभाने के बाद मैं 8 बजे तक घर वापस आता. यह जिम्मेदारी എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തം, നിഭാനെ കെ ബാദ് നിർവഹിച്ചതിന് ശേഷം, मैं 8 बजे तक घर वापस आ जाता ഞാൻ 8 മണിയാകുമ്പോൾ घर वापस आ जाता വീട്ടിലേക്ക് പോകും. उस समय मेरी माँ मुझे सामान्य नाश्ता देती जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता. उस समय ആ സമയം, മേരി മാ എന്റെ അമ്മ, മുझे സാമാന്യ നാഷ്ത ദേത്തി എനിക്ക് സാധാരണ രീതിയിലുള്ള പ്രഭാത ഭക്ഷണം നൽകി. നാഷ്ത എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഭാത ഭക്ഷണം. जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता. जो അത് മേരെ അന്യ ഭായ് ബഹനോ കോ എന്റെ മറ്റു സഹോദരി സഹോദരന്മാർക്ക് നൽകുന്ന നാഷ്തേക്ക് തുല്ലാമേ പ്രഭാത ഭക്ഷണത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ
കുച്ച് വിശേഷ് ഹോത്ത, കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ക്യോങ്കി മേ പഠായി ഓർ കമായി ഏക് സാത്ത് കർത്താ താ, എന്തുകൊണ്ടെന്നാൽ ഞാൻ പഠനവും ഓർ കമായി ജോലിയും ഏക് സാത്ത് കർത്താ താ, ഞാൻ പഠനവും ജോലിയും ഒന്നിച്ചു ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഭക്ഷണം അമ്മ നൽകിയിരുന്നു. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता. स्कूल की छुट्टी के बाद, स्कूल की छुट्टी സ്കൂൾ വിട്ടതിനു ശേഷം, ഷാം കോ വൈകുന്നേരം, മേ ഫിർ ഗ്രാഹകോസെ ഞാൻ വീണ്ടും ഗ്രാഹകോസെ, ഗ്രാഹകോസെ എന്ന് പറഞ്ഞാല് ഉപഭോക്താക്കളിൽ നിന്നും, ബക്കായ രാശി ബാക്കി വരുന്ന തുക, വസൂലി കേലിയെ നിക്കൽ പടുത്ത ശേഖരിക്കുവാൻ വേണ്ടി പോകുമായിരുന്നു. ഇപ്പൊ ന്യൂസ് പേപ്പർ ഇടുമ്പോ ആരൊക്കെയാണോ ബാക്കി പൈസ കൊടുക്കാറുള്ളത് അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്കൂൾ വിട്ടതിന് ശേഷം പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പാരഗ്രാഫില് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. ഉൻ ദിനോं की एक घटना मुझे अभी भी याद है. ഉൻ ദിനോं की, ഉൻ ദിനോं की എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലെ एक घटना, ഘടന സംഭവം, एक घटना ഒരു സംഭവം, മുझे अभी भी याद है, മുझे अभी भी എന്നതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും, യാദ് ഹേ ഓർമ്മയുണ്ട്, ആ ദിവസത്തിലെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. हम सभी भाई बहन साथ बैठकर खाना खा रहे थे और माँ मुझे रोटी देती जा रही थी. हम सभी भाई बहन, ഞങ്ങളെല്ലാ ഭായ് ബഹൻ സഹോദരി സഹോദരന്മാരും, സാത്ത് ബൈഠ്കർ ഒന്നിച്ചിരുന്നു കൊണ്ട്, ഖാന ഖാ രഹേ ഥേ ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഓർ മാ മുझे റോട്ടി ദേത്തി ജാ രഹി ഥി, ഓർ മാ അമ്മ, മുझे എനിക്ക്, റോട്ടി ദേത്തി ജാ രഹി ഥി ചപ്പാത്തി നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ദിവസത്തെ ഒരു ഘടന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ സഹോദരി സഹോദരന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു, അമ്മ എനിക്ക് ചപ്പാത്തി നൽകിക്കൊണ്ടേയിരുന്നു. चूंकि हम भात खाने वाले लोग हैं, इसलिए चावल तो खुले बाजार में उपलब्ध था, किंतु गेहूं पर रेशनिंग थी. ചൂങ്കി എന്നതിനർത്ഥം എന്തുകൊണ്ടെന്നാൽ, ഹം ഭാത് ഖാനെ വാലെ ലോഗ് ഹേ, ഞങ്ങൾ ഭാത്, ഭാത് എന്നതിന്റെ അർത്ഥം ചോറ് എന്നാണ്. ഭാത് ഖാനെ വാലെ ലോഗ് ഹേ, ഞങ്ങള് ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലിയെ ചാവൽ തോ ഖുലേ ബാസാർ മേ ഉപലബ്ധ താ, അതുകൊണ്ട് അരി ചന്തയിൽ ലഭ്യമായിരുന്നു. ഉപലബ്ധ എന്നതിന്റെ അർത്ഥം ലഭ്യമായിരുന്നു. കിന്തു ഗേഹൂ പർ റേഷനിംഗ് ദി, കിന്തു പക്ഷേ, ഗേഹൂ പർ റേഷനിംഗ് ദി, ഗേഹു എന്നതിന്റെ അർത്ഥം ഗോതമ്പ് എന്നാണ്. ഗേഹൂ പർ റേഷനിംഗ് ദി, റേഷനിംഗ് എന്ന് പറഞ്ഞാൽ റേഷനിംഗ് ആയി മാത്രമേ ഗേഹു ലഭിച്ചിരുന്നുള്ളൂ, പക്ഷേ അരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. जब मैं खाना खा चुका तो मेरे बड़े भाई ने मुझे एकांत में बुलाकर डांटा. कलाम जानते हो क्या हुआ? जब मैं खाना खा चुका तो, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ, മേരെ ബഡേ ഭായ് എന്റെ മൂത്ത സഹോദരൻ, മുझे एकांत में बुलाकर എന്നെ ഒറ്റയ്ക്ക്, ഏകാന്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ബുലാക്കർ ഡാണ്ട എന്നെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞു. കലാം ജാൻതേ ഹോ ക്യാ ഹുവാ, കലാം ജാൻതേ ഹോ നിനക്കറിയുമോ, ക്യാ ഹുവാ എന്താണ് സംഭവിച്ചതെന്ന്. തും റോട്ടി ഖാത്തേ ജാ രഹേ ഥേ ഓർ മാ തുമേ റോട്ടി ദേത്തി ജാ രഹി ഥി. തും റോട്ടി ഖാത്തേ ജാ രഹേ ഥേ, നീ ചപ്പാത്തി കഴിച്ചുകൊണ്ടേയിരുന്നു, ഓർ മാ തുമേ റോട്ടി ദേത്തി ജാ രഹി ഥി അമ്മ നിനക്ക് ചപ്പാത്തി നൽകിക്കൊണ്ടേയിരുന്നു. ഉനോനെ അപ്പനെ ഹിസ്സേ കി ബി സാരി റോട്ടിയാം തുമേ ദേ ദി. ഉനോനെ അവര്, അപ്പനെ ഹിസ്സേ കി ബി അമ്മ അമ്മയുടെ ഭാഗവും, അമ്മയുടെ വീതവും അവരുടെ ഭാഗവും, സാരി റോട്ടിയാം തുമേ ദേ ദി അമ്മ അമ്മയ്ക്കുള്ള റോട്ടിയും നിനക്ക് നൽകി. അബി ഘർ കി പരിസ്ഥിതി ടീക് നഹീ ഹെ, ഇപ്പോൾ ഘർ കി പരിസ്ഥിതി വീടിന്റെ അവസ്ഥ, ടീക് നഹീ ഹെ ശരിയല്ല. एक जिम्मेदार बेटा बनो और अपनी माँ को भूखो मत मारो. एक जिम्मेदार बेटा बनो എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനാകൂ. और अपनी माँ को भूखो मत मारो,
തന്റെ അമ്മയെ വിശന്നിരിക്കാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ APJ അബ്ദുൽ കലാമിന്റെ ചേട്ടൻ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള മകനായി മാറണം. കാരണം നീ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു, അമ്മ നിനക്ക് ഭക്ഷണം നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ അമ്മ തന്റെ വീതം പോലും നിനക്ക് നൽകിയിരുന്നു. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. അമ്മയെ നീ ഒരിക്കലും പട്ടിണിക്കിടരുത് എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചേട്ടൻ അദ്ദേഹത്തോട് പറയുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടമായി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. ഉസ് ദിൻ പഹ്ലി ബാർ മുझे സിഹ്റൻ की അനുഭൂതി हुई. ഉസ് ദിൻ ആ ദിവസം, പഹ്ലി ബാർ ആദ്യമായി, മുझे സിഹ്റൻ की അനുഭൂതി हुई. സിഹ്റൻ എന്നതിന്റെ അർത്ഥം വിറയ്ക്കുക എന്നതാണ്. മുझे സിഹ്റൻ की അനുഭൂതി हुई, എനിക്ക് വിറയൽ അനുഭവപ്പെട്ടു. मैं अपने आप को रोक नहीं सका. मैं अपने आप എന്നതിന്റെ അർത്ഥം ഞാൻ സ്വയം, रोक नहीं सका എനിക്ക് എന്നെ തന്നെ, रोक नहीं सका रोकना എന്നതിന്റെ അർത്ഥം നിയന്ത്രിക്കുക അല്ലെങ്കിൽ തടയുക എന്നതാണ്. मैं अपने आप को रोक नहीं सका എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല. दौड़कर अपनी माँ के पास गया और भावावेश में उनसे लिपट गया. दौड़कर अपनी माँ के पास गया എന്നതിന്റെ അർത്ഥം, ദൗഡന നമുക്ക് എല്ലാവർക്കും പറയാം ഓടുക എന്നതാണ് അർത്ഥം. ദൗഡ്കർ എന്നതിന്റെ അർത്ഥം ഓടിക്കൊണ്ട്, അപ്പനി മാ കെ പാസ് ഗയ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. പാസ് ഗയ അടുത്തേക്ക് പോയി. ഓർ ഭാവാവേശ് മേ ഉൻസെ ലിപ്പട് ഗയ എന്നിട്ട് സങ്കടത്തോടു കൂടി ഉൻസെ ലിപ്പട് ഗയ. ലിപ്പട് ഗയ എന്നതിന്റെ അർത്ഥം കെട്ടിപ്പിടിച്ചു. മേ അബ് ഭി പൂനം കി രാത് മേ അപ്പനി മാ കോ യാദ് കർത്താ ഹൂം. ഞാൻ ഇപ്പോഴും പൂനം കി രാത് മേ, പൂനം കി രാത് എന്നതിന്റെ അർത്ഥം പൗർണമി രാവാണ്. മേ അപ്പനി മാ കോ യാദ് കർത്താ ഹൂം ഞാൻ എന്റെ അമ്മയെ ഓർക്കാറുണ്ട്. ഉസ് സ്മൃതി കി ഛവിയാം മേരി പുസ്തക് അഗ്നി കി ഉഡാൻ മേ സംഗ്രഹീത് മാ കവിതാ മേ ഉഭരി ഹേ. ഉസ് സ്മൃതി കി ഛവിയാം ആ ഓർമ്മയുടെ നിഴലുകൾ. സ്മൃതി എന്നതിന്റെ അർത്ഥം ഓർമ്മയാണ്. ഛവിയാം നിഴലാണ്. ഉസ് സ്മൃതി കി ഛവിയാം മേരി പുസ്തക് ആ ഓർമ്മയുടെ നിഴലുകൾ, മേരി പുസ്തക് എന്റെ പുസ്തകമായ, അഗ്നി കി ഉഡാൻ. അഗ്നി കി ഉഡാൻ നമുക്കറിയാം മലയാളത്തില് അഗ്നിച്ചിറകുകളാണ്, ഇംഗ്ലീഷില് വിങ്സ് ഓഫ് ഫയർ എന്നും പറയും. അഗ്നി കി ഉഡാൻ എന്ന പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മാ കവിതാമേ ഉബരി ഹേ, മാ എന്ന കവിതയിൽ കാണാൻ സാധിക്കും. യ മേരി മാ കി കഹാനി ഹേ ഇതെന്റെ അമ്മയുടെ കഥയാണ്. കഹാനി കഥ. വേ 93 സാൽ കി ഉംർ തക് ജീവിത് രഹി അവര് 93 സാൽ, 93 വയസ്സാണ്. 93 സാൽ കി ഉംർ തക് 93 വയസ്സ് വരെ ജീവിത് രഹി ജീവിച്ചിരുന്നു. വേ ഏക് സ്നേഹശീൽ അവരൊരു സ്നേഹശീൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, ദയാലു ദയുള്ള, ധാർമ്മിക് പ്രവൃത്തി കി ധാർമ്മിക് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, മഹിളാധി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. മേരി മാ റോസ് 5 ബാർ നമാസ് അദാ കർത്തി തി എന്റെ അമ്മ ദിവസവും, റോസ് എന്നതിന്റെ അർത്ഥം ദിവസവും, 5 ബാർ 5 തവണ, നമാസ് അദാ കർത്തി തി നമാസ് എന്നതിന്റെ അർത്ഥം നിസ്കാരം. എന്റെ അമ്മ ദിവസവും 5 തവണ നിസ്കരിക്കാറുണ്ടായിരുന്നു. मैंने जब भी उन्हें नमाज अदा करते हुए देखा तब मैं प्रेरित हुआ और मैंने अपने अंदर परिवर्तन महसूस किया. मैंने जब भी ഞാൻ എപ്പോഴാണോ ഉന്നെ നമാസ് അദാ കർത്തെ ഹുവേ ദേക്ക എപ്പോഴാണോ അമ്മയെ നിസ്കരിക്കുന്നതായി കണ്ടിട്ടുള്ളത്, തബ് മേ പ്രേരിത് ഹുവ അതിലൂടെ ഞാൻ പ്രേരിതനായി. ഓർ മേനെ അപ്നെ അന്തർ പരിവർത്തൻ മഹസൂസ് കിയ ഞാൻ എന്റെ അകത്ത് തന്നെ ഒരു മാറ്റം അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം തന്റെ അമ്മ നിസ്കരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു മാറ്റം വരാൻ തുടങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാരി ഈശ്വർ കി സുന്ദർ രചന ഹെ നാരി എന്നതിന്റെ അർത്ഥം സ്ത്രീ എന്നാണ്. ഈശ്വർ കി സുന്ദർ രചന ഹെ ഈശ്വരന്റെ സുന്ദരമായ രചനയാണ്. മേ 2 മഹാൻ മഹിളാओं की സ്മൃതി സെ ഞാൻ 2 സ്ത്രീകളുടെ സ്മൃതി സെ ഓർമ്മകളിൽ, സദൈവ് എപ്പോഴും, പ്രേരിത് ഏവം ഉത്സാഹിത് ഹോത്താ രഹാ ഹൂം എപ്പോഴും പ്രേരിതമാവുകയും
ഉത്സാഹിത് ഹോത്താ രഹാ ഹൂം, ഉത്സാഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ APJ അബ്ദുൽ കലാം പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ 2 സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എപ്പോഴും എനിക്ക് വളരെ പ്രേരണയും ഉത്സാഹവും ലഭിക്കാറുള്ളത്. ഇൻമേ സെ ഏക് മേരി മാ ഹെ, ഇതിൽ ഒന്ന് എന്റെ അമ്മയാണ്. തഥാ ദൂസരി ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി, രണ്ടാമത്തത്, ദൂസരി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്, ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി, ഭാരത് രത്നം MS സുബ്ബലക്ഷ്മിയാണ്. MS സുബ്ബലക്ഷ്മി കർണാടിക് സംഗീതത്തിൽ വളരെ പ്രസിദ്ധയായ ഒരു ഗായികയാണ്. അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത വനിതകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മയും രണ്ടാമത് ഭാരത് രത്ന MS സുബ്ബലക്ഷ്മിയുമാണ്. മേരി മമതാമയി മാ എന്ന ഈ സംസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ അമ്മയെക്കുറിച്ചാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ദസ്തക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.